നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ പോകുന്നതല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എൻ്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും. നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ട് തരുന്നെങ്കിൽ പിന്നെ പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണിനെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ? വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊക്കെ കുറയുന്നത്? അതെ, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടാ 10 തലമുറ കഴിഞ്ഞാലും നാറ്റം മാറത്തില്ല, ഓർത്തോണം. ഞാൻ എന്തോ ചെയ്യാനാ കുറിപ്പേട്ട, അവള് വാശിയില്ല. ആ ചെറുക്കൻ്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു, അവർക്ക് സമ്മതാ. കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത്. പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും. നടക്കില്ല. അങ്ങനെ സകലമത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വഴി, അല്ലെങ്കിൽ നമ്മുടെ വഴി. ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല. അല്ലേ പ്രസിഡന്റ്? സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മനു, എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കരയോഗവും കുടുംബ മാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ? എന്നിട്ട് എന്തായി? അവസാനം ആ കുലപുരുഷൻ എൻ്റെ കൊച്ചിന് ഇട്ടേച്ചും പോയി. ഡിവോഴ്സ് ആയാലെന്താ? നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചു കൊടുത്തില്ലയോ?